നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയ്പൂർ വിമാനത്താവളത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ മർദ്ദിച്ച് സ്പേസ് ജെറ്റ് ജീവനക്കാരി. സുരക്ഷാ പരിശോധനയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം തന്നെ വൈറലാവുകയാണ്. വിമാനത്താവളത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം വൻ വിവാദമായിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുരാധ റാണി എന്ന സ്പൈസ് ജെറ്റ് ജീവനക്കാരി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗിരിരാജ് പ്രസാദ് തടഞ്ഞതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. അനുമതിയില്ലാത്ത ഗേറ്റിലൂടെ വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് ഗിരിരാജ് പ്രസാദ് തടയുകയായിരുന്നു. തുടർന്ന് അടുത്തുള്ള പ്രവേശന കവാടത്തിൽ വെച്ച് എയർലൈൻ ക്രൂവിനുള്ള സ്ക്രീനിംഗ് നടത്താൻ അനുരാധയോട് ആവശ്യപ്പെട്ടെങ്കിലും ആ സമയത്ത് വനിതാ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നുമാണ് CISF ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒരു വനിതാ സഹപ്രവർത്തകയെ വിളിച്ചുവെങ്കിലും അപ്പോഴേക്കും തർക്കം രൂക്ഷമായിരുന്നു. ഈ തർക്കമാണ് വനിതാ ജീവനക്കാരെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ തല്ലുന്നതിൽ അവസാനിച്ചതെന്നാണ് ജയ്പൂർ എയർപോർട്ട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രാംലാൽ വ്യക്തമാക്കുന്നത്. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് സ്പേസ് ജെറ്റും രംഗത്ത് വന്നിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം അനുരാധയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അനുരാധയെ പ്രതിരോധിച്ച് സ്പേസ് ജെറ്റും രംഗത്തെത്തി തങ്ങളുടെ ഉദ്യോഗസ്ഥ ലൈംഗിക അധിക്ഷേപത്തിന് ഇരയായി എന്നാണ് സ്പേസ് ജെറ്റ് ആരോപിച്ചത്. അനുരാധയ്ക്ക് എയർപോർട്ട് എൻട്രി പാസ് ഉണ്ടായിരുന്നു. ഇന്ന് സ്പേസ് ജെറ്റ് വനിതാ സുരക്ഷാ ജീവനക്കാരും ഒരു പുരുഷ CISF ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഒരു ദൗർഭാഗ്യകരമായ സംഭവം ജയ്പൂർ വിമാനത്താവളത്തിൽ സംഭവിച്ചു. സ്റ്റീൽ ഗേറ്റിൽ ഒരു കാറ്ററിംഗ് വാഹനത്തിൽ അകമ്പടി സേവിക്കുമ്പോൾ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി റെഗുലേറ്ററായ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നൽകിയ സാധുവായ എയർപോർട്ട് എൻട്രി പാസ് ഉള്ള ഞങ്ങളുടെ വനിതാ സുരക്ഷാ ജീവനക്കാരിയെ തടഞ്ഞുവെക്കുകയും അനുചിതവും അസ്വീകാര്യവുമായ ഭാഷ പ്രയോഗിക്കുകയും ചെയ്തു. ഡ്യൂട്ടി സമയം കഴിഞ്ഞ് തന്റെ വീട്ടിലെത്തി കാണാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. സ്പേസ് ജെറ്റ് വക്താവ് പറഞ്ഞു. സ്പേസ് ജെറ്റ് അതിന്റെ വനിതാ ജീവനക്കാരിക്കെതിരെ ലൈംഗിക പീഡനത്തിന്റെ ഗുരുതരമായ കേസിൽ ഉടനടി നിയമ നടപടി സ്വീകരിക്കുകയും ലോക്കൽ പോലീസിനെ സമീപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ജീവനക്കാരിക്കൊപ്പം ഉറച്ചു നിൽക്കുകയും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ പ്രതിജ്ഞാബദ്ധരുമാണെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. അതേസമയം ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിന് ഭാരത ന്യായ സംഹിതയിലെ സെക്ഷൻ 121A, 132 എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് വനിതാ ജീവനക്കാരിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ സമയം അവിടെ വനിതാ CISF ഉദ്യോഗസ്ഥ ഇല്ലായിരുന്നു. മതിയായ രേഖകൾ ഇല്ലാത്തതിനാലാണ് അടുത്തുള്ള മറ്റൊരു എൻട്രൻസ് ഉപയോഗിക്കാൻ പറഞ്ഞതെന്നും ഒരു സീനിയർ CISF ഉദ്യോഗസ്ഥർ പറഞ്ഞു.